അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, നന്ദിയുള്ള ഭാര്യയുടെ 10 ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം സംസാരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണണം. എന്നിട്ട് ഈ സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു വീടിൻ്റെ സന്തോഷം സമ്പത്ത് കൊണ്ട് മാത്രമുണ്ടാകുന്ന ഒന്നല്ല. പരസ്പരം നന്ദിയുള്ള മനസ്സും നല്ല സ്വഭാവവുമാണ് ഒരു കുടുംബത്തെ സന്തോഷമുള്ളതാക്കുന്നത്. ഇസ്ലാം ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം നന്ദിയുള്ളവരാകാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നന്ദിയുള്ള ഒരു ഭാര്യയുടെ സുപ്രധാനമായ 10 ലക്ഷണങ്ങളാണ് നാം സംസാരിക്കുന്നത്. ഒന്നാമത്തെ അടയാളം, ഭർത്താവിൻ്റെ നന്മകൾ അംഗീകരിക്കുന്നവൾ. ഭർത്താവ് കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വിലമതിക്കും. ചെയ്ത നന്മകൾ മറക്കാതെ അതിന് നന്ദിയുള്ളവളാണ് യഥാർത്ഥ നന്ദിയുള്ള ഭാര്യ. രണ്ടാമത്തെ അടയാളം, ചെറിയ സഹായങ്ങൾക്ക് പോലും നന്ദി പറയുന്നവളാണ്. ഒരു ചെറിയ സഹായം ചെയ്താലും അത് സാധാരണ കാര്യമാണെന്ന് കരുതാതെ നന്ദി അറിയിക്കും. ഈ ചെറിയ നന്ദി പോലും കുടുംബബന്ധം കൂടുതൽ ശക്തമാക്കും. മൂന്നാമത്തെ അടയാളം, നിരന്തരം പരാതിപ്പെടാത്തവളാണ്. എപ്പോഴും കുറ്റം പറയുകയും പരാതിപ്പെടുകയും ചെയ്യുന്നതിന് പകരം പ്രശ്നങ്ങൾ ക്ഷമയോടെയും സമാധാനത്തോടെയും നേരിടാൻ ശ്രമിക്കുന്നവൾ. ഇനി നാലാമത്തെ അടയാളം, കിട്ടിയ ജീവിതത്തിൽ സംതൃപ്തിയുള്ളവളാണ്. എല്ലാവർക്കും ഒരേ സൗകര്യങ്ങൾ ലഭിക്കണമെന്നില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുകയും അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്നവളായിരിക്കും ഇത്തരക്കാർ. ഇനി അഞ്ചാമത്തെ സ്വഭാവം, ഭർത്താവിനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാത്തവളാണ്. അവരുടെ ഭർത്താവ് ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല എന്ന രീതിയിൽ സംസാരിക്കുകയില്ല. ഓരോ കുടുംബത്തിനും കുടുംബ സാഹചര്യങ്ങളും വ്യത്യസ്തമാണെന്ന് ഇത്തരം സ്ത്രീകൾ മനസ്സിലാക്കും. ആറാമത്തെ അടയാളം, പ്രയാസ സമയത്ത് ഭർത്താവിന് ധൈര്യം നൽകുന്നവളാണ്. സാമ്പത്തികമായോ മറ്റെന്തെങ്കിലും പ്രയാസമോ വന്നാൽ ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവൾ. ഇനി ഏഴാമത്തെ അടയാളം, വീട്ടിലെ സമ്പത്തും സൗകര്യങ്ങളും പാഴാക്കി കളയാതെ അതിനെ കൃത്യമായി സൂക്ഷിക്കുന്നവളാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അമാനത്താണെന്ന് മനസ്സിലാക്കി പണവും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും പാഴാക്കി കളയാതെ ഉപയോഗിക്കും. എട്ടാമത്തെ അടയാളം, ഭർത്താവിൻ്റെ വിജയത്തിൽ സന്തോഷിക്കുകയും പരാജയത്തിൽ കൂടെ നിൽക്കുകയും ചെയ്യുന്നവൾ. നല്ല സമയത്ത് മാത്രമല്ല, വിഷമഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും ഭർത്താവിനെ വിട്ടുപോകാതെ ഭർത്താവിന് താങ്ങായി തണലായി നിൽക്കുന്നവൾ. ഒമ്പതാമത്തെ അടയാളം, ഭർത്താവിനും മക്കൾക്കും വേണ്ടി ആരും കാണാതെ ദുആ ചെയ്യുന്നവർ. ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ദീനിനും ഉപജീവനത്തിനും മക്കളുടെ നന്മയ്ക്കും വേണ്ടി ആരും കാണാതെ നിസ്കാര സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള സമയത്തോ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആയിരക്കുന്നവർ. ഇനി പത്താമത്തെ അടയാളം, വീട്ടിൽ സമാധാനവും സ്നേഹവും നിലനിർത്താൻ ശ്രമിക്കുന്നവൾ. ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണിക്കാതെ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും സ്നേഹിച്ചും കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുന്ന ആളുകൾ. പ്രിയമുള്ളവരെ, ഇവയെല്ലാം ഒരു നല്ല ഭാര്യയുടെ മനോഹരമായ ഗുണങ്ങളാണ്. എന്നാൽ ഇതേ ഗുണങ്ങൾ ഒരു നല്ല ഭർത്താവിനും ഉണ്ടായിരിക്കണം. പരസ്പരം നന്ദി പറയുകയും ബഹുമാനിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന കുടുംബത്തിലാണ് യഥാർത്ഥ സന്തോഷവും സ്നേഹവും ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെ സ്നേഹവും സമാധാനവും നിറഞ്ഞതാക്കി മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.